പത്തനംതിട്ട ജില്ലയിൽ കൂന്നി അടവിയിൽ കല്ലാറിൻ്റെ ഓളപ്പരപ്പിൽ കുട്ടവഞ്ചിയിലേറി യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരികളുടെ തിരക്കേറുകയാണ്. 2014 സെപ്റ്റംബർ 24 ആദ്യമായി കല്ലാറിൻ്റെ ഓളങ്ങളിലേക്ക് കുട്ടവഞ്ചി എത്തുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നു കുട്ടവഞ്ചി സവാരിക്ക് അടവിയിൽ അന്ന് തുടക്കം കുറിച്ചത്. കൂന്നി ഡിവിഷനിലെ 7 വനസംരക്ഷണ സമിതിയിൽപ്പെട്ട അംഗങ്ങളാണ് ഇവിടുത്തെ ജീവനക്കാർ. എലിമുൾ പ്ലാക്കൽ VSSനാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല. കൂന്നി വനവികാസ് ഏജൻസിയുടെ നേതൃത്വത്തിലാണ് സവാരി കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്ന് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി മസൂദൻ പിള്ള പറഞ്ഞു. 2014 സെപ്റ്റംബർ 24 തീയതിയാണ് ഇവിടെ കുട്ടവഞ്ചി സവാരി ആരംഭിക്കുന്നത്. അന്ന് DFO പ്രദീപ് കുമാർ സാറായിരുന്നു ഇവിടെ ആദ്യമായിട്ട് കുട്ടവഞ്ചി ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരികയും ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇത് FDA മേൽനോട്ടത്തിലാണ് ഈ കുട്ടവഞ്ചി സവാരി കേന്ദ്രം ഇവിടെ നടത്തുന്നത്. FDA-യിൽപ്പെട്ട എലിമുളമ്പ്ലാക്കൽ VSSനാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ആ VSS എലിമുളമ്പ്ലാക്കൽ VSS കൂടാതെ തന്നെ ഈ കൂന്നി ഡിവിഷനിൽപ്പെട്ട മറ്റ് 6ഓളം VSSലെ അംഗങ്ങളും ഇവിടുത്തെ തൊഴിലാളികളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കുട്ടവഞ്ചിയിൽ അവർക്ക് ലൈഫ് ജാക്കറ്റ് കൊടുക്കും, സുരക്ഷിതമായിട്ട് ഉള്ള യാത്രയ്ക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ തൊഴിലാളിക്കാരെ അവരെ വഞ്ചിയിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ തന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. 4 പേരെ ഒരു വഞ്ചിയിൽ 4 പേരാണ് യാത്ര. പിന്നെ ഒരു കുട്ടി 10 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്കും അനുവദനം. 600 രൂപയാണ് ഇപ്പോൾ GST ഉൾപ്പെടെയുള്ള ചാർജ്. ഓൺലൈനായിട്ടാണ് പൈസ വാങ്ങിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ഇവിടെ പ്രവർത്തനമുണ്ട്, സവാരിയുണ്ട്. അത് 7:30 മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ സമയം. അല്ല 5:30 വരെ നമ്മൾ ടിക്കറ്റ് കൊടുക്കും. അരമണിക്കൂറാണ് ഒരു കുട്ടവഞ്ചി സവാരിയുടെ ദൈർഘ്യം. സവാരി നമ്മുടെ ഇവിടെ ഈ മുണ്ടംമൊഴി നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ അടവി എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് 1/2 കിലോമീറ്റർ മുകളിലോട്ട് പോകും. തണ്ണത്തോട് ഇത് കല്ലാറാണ്. ഈ കല്ലാറിന്റെ വളപ്പരപ്പിലാണ് അവർക്ക് ആദ്യം തന്നെ ആവശ്യമായ പരിശീലനം ഇവിടെ അവർക്ക് നൽകിയിട്ടുണ്ട്. വനാശ്രിതരായ ഒരു പറ്റം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ഒരു നിശ്ചിത വരുമാനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടവഞ്ചി സവാരി കേന്ദ്രം ആരംഭിച്ചത്. 25 കുട്ടവഞ്ചിയും പരിശീലനം ലഭിച്ച തുഴക്കാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട് കർണാടക അതിർത്തി ഗ്രാമമായ ഒക്കനകൽ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് കുട്ടവഞ്ചി ഇവിടെ എത്തിച്ചത്. സന്ദർശകരെ വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള നാടൻ ഭക്ഷണ വിഭവങ്ങളും വന വിഭവങ്ങളും ഇവിടെ സജ്ജമാക്കി എക്കോ ഷോപ്പും പ്രവർത്തിക്കുന്നുണ്ട്. 9 മലയാളം ന്യൂസ്, കൂന്നി.